ഹായ് ഫ്രണ്ട്സ്, അനൂസ് ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു ചേന ഫ്രൈ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അന്നേരം ഞാൻ ചേന ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് വേണ്ട മസാലകളും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല എന്നിവയാണ് ഇട്ടിട്ടുള്ളത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചെറിയ ഉള്ളിയും വലിയ ജീരകവും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കണം. അതിനുശേഷം ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ചൂടാൻ വെക്കുന്നുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മസാല ആക്കി വെച്ചിട്ടുള്ള ചേന ഇട്ട് കൊടുക്കാം. നമ്മളെ ചേനയുടെ മുകളിലേക്ക് മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് 5 മിനിറ്റ് നേരം നമ്മളതൊന്ന് മാറ്റി വെക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് നേരമായിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഫ്രൈ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇത് നമ്മൾ നേരത്തെ ചേന പൊരിച്ച അതേ എണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് പച്ചമുളക് നടു കീറിയിട്ട് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ മുളക് ഫ്രൈ ചെയ്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനൊരു ഡെക്കറേഷനും കൂടി ആവല്ലോ എന്ന് കരുതിയിട്ട് ഒന്ന് വറുത്തെടുത്തതാണ്. അപ്പം ഇനി ഇത് നമ്മുടെ ചേനയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചേന ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വീട്ടിൽ ചേനയൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാൻ മറക്കരുത്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിലെ ഓൾ എന്ന് പ്രസ് ചെയ്യാനും കൂടി മറക്കരുത്. താങ്ക്